welcome to my new video. ഹായ്, ഇന്ന് നമുക്കൊരു എണ്ണ കാച്ചാം. നമുക്ക് എണ്ണ കാച്ചാൻ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 നെല്ലിക്കയാണ് എടുത്ത്, അത് 4ആയിട്ട് മുറിച്ചത്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും, പിന്നെ ഇത്രയും കുരുമുളക്, ഒരു 10-15 കുരുമുളക്, പിന്നെ ഇത് 2 കറ്റാർവാഴയുടെ തണ്ട്, അതിൻ്റെ ആ മഞ്ഞ പോലുള്ളൊരു കറയുണ്ടല്ലോ, ആ കറ ഊർന്ന് കറ പോയി കഴിഞ്ഞ് കഴുകി അതിൻ്റെ സൈഡിലെ 2 മുള്ള് കളഞ്ഞിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഇത് 2 സ്പൂൺ ഉലുവയാണ്. ഉലുവ ഞാൻ ഒരു 2 മണിക്കൂർ കുതിർത്തതാണ്. ഇത് കുതിർത്ത് വെള്ളം വാർന്നെടുത്തതാണ്. ഇത് മൈലാഞ്ചി, ഇത് ഒരു 2 പിടി കാണും. മൈലാഞ്ചി കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ നെല്ലിക്കായും ഉള്ളിയും കുരുമുളകും കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കറിവേപ്പിലയും ഉലുവായും കൂടി ഇടാം. പിന്നെ കറ്റാർവാഴ, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം മിക്സിയിൽ പൾസ് മോഡിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നെല്ലിക്കായും ഉള്ളിയും കറ്റാർവാഴയും കുരുമുളകും. ഇനി ഇതിലോട്ട് നമ്മൾ കറിവേപ്പില, ഇനി ഇതിലേക്ക് നമ്മുടെ മൈലാഞ്ചി, ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്നും കൂടെ അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെ ആവണ്ട, എന്നാലും നല്ലതായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതാണ് അരയ്ക്കുന്നത്. ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലോട്ട് മാറ്റാം. നമ്മൾ എണ്ണ കാച്ചുമ്പം എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത്. ഇത് വെളിച്ചെണ്ണയാണ്. ഇത് 1/2 ലിറ്ററുണ്ട്. ഇതൊരു കാഭാഗം ഞാനിതിൻ്റെ എടുത്തിട്ടുണ്ട്. കാലിൽ അരഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 കുപ്പിയുണ്ട് അതും. അപ്പം 3/4 ലിറ്റർ എണ്ണയും കൊണ്ടാണ് നമ്മൾ ഇന്ന് എണ്ണ കാച്ചാൻ പോകുന്നത്. ഇനി ഈ അരച്ച് വെച്ച മിക്സിയിലോട്ട് നമുക്ക് ഈ എണ്ണ കുറേശ്ശെ ഊറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണേ. ഈ എണ്ണയും ഈ അരച്ച് വെച്ചതും കൂടെ യോജിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ബാക്കി എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണ കൂടുതൽ ഒഴിക്കുമ്പോൾ ഈ മിക്സ് ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഈ എണ്ണയും ഈ അരച്ച് വെച്ചതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ആ 1/2 ലിറ്റർ എണ്ണയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാം. ഇപ്പം മൊത്തം നമ്മളൊരു 3/4 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട്, ഈ മിക്സിലോട്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. എണ്ണയും ഈ അരച്ച് വെച്ച ഈ മിശ്രിതവുമായിട്ട് നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണ തിളയ്ക്കുന്നിടം വരെ നല്ല ഫ്ലെയിമിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് എണ്ണ തിളപ്പിച്ചെടുക്കണം. ഇനി എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് അത്യാവശ്യം തലമുടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഉള്ളൊക്കെ ഉള്ള മുടിയായിരുന്നു. എൻ്റെ അമ്മച്ചിയും മമ്മിയൊക്കെ കാച്ചിക്കൊണ്ടിരുന്ന എണ്ണയായത്. പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ വന്ന് കഴിഞ്ഞ് അതൊന്നും തേക്കാതൊക്കെ ആയപ്പം മുടിയെല്ലാം കൊഴിഞ്ഞു. ക്ലോറിൻ വെള്ളത്തിലൊക്കെ അങ്ങനെയെല്ലാം ആയിട്ട് തലമുടിയൊക്കെ നന്നായിട്ട് പോയി. ഇപ്പം തലമുടിയെല്ലാം നല്ലതായിട്ട് പോയപ്പോഴാണ് നമുക്ക് ആ പഴയ ഓർമ്മയൊക്കെ വന്ന് എണ്ണയൊക്കെ കാച്ചി തലയിൽ തേക്കണം എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഇപ്പം ഞാനൊരു 8 മാസത്തിൽ കൂടുതലായി ഈ എണ്ണ ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കി തലയിൽ ഞാനും കുട്ടികളും എല്ലാം തേക്കാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റം എനിക്കിപ്പം പഴയതിലും ഉണ്ട്. കാരണം മുടി കൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്, ഉള്ള മുടി പോകാതൊക്കെ ഇരിക്കുന്നുണ്ട്, പിന്നെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർ ഒക്കെ കിളുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഗുണം ഒത്തിരി ഉണ്ട്. പിന്നെ എനിക്കിപ്പം പ്രായമായപ്പം തലയിൽ നരയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ നരയ്ക്കൊക്കെ നല്ലതാണ്. നമ്മൾ മൈലാഞ്ചി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 6 ചെമ്പരത്തിപ്പൂ കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല.
ഒരു നാട്ടിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ കൂടെ ഈ അരയ്ക്കുന്നതിന്റെ കൂടെ 6 ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് അരയ്ക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉലുവ എന്തിനാന്ന് ചോദിച്ചാൽ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും, താരനൊക്കെ പോകാൻ നല്ലതാ ഉലുവ. പിന്നെ കറിവേപ്പില മുടിക്ക് കളറൊക്കെ കിട്ടും. അങ്ങനെ എനിക്കിപ്പോൾ ഇതിപ്പം എൻ്റെ പണ്ട് അമ്മച്ചിയും മമ്മിയും തേച്ച് തന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നന്നായി ഉള്ളുള്ള മുടിയായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ പോയി. അതുകൊണ്ട് ഇപ്പം പിന്നെയും ഞാനിത് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പം എനിക്കിപ്പോൾ ഇത് 8 മാസം ഉപയോഗിച്ചപ്പം നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും കൂടെ പറയുന്നത്. നിങ്ങളും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ 2 കുപ്പി എണ്ണയാണ് കാച്ചി വെച്ചത്. അത് 2 കുപ്പ തീർന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അടുത്തത് കാച്ചുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടിയതും കൊണ്ടാണ് പറയുന്നത്. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എൻ്റെ മമ്മിയൊക്കെ പറയുന്നത് ഇതിന് മണൽത്തരി എന്നാണ് പറയുന്നത്. മണൽത്തരി പാവമാകുമ്പോൾ ഇത് നിർത്തണമെന്നാണ് പറയുന്നത്. നമ്മുടെ മണലെ പിടിക്കുന്ന പോലെ ഇരിക്കും. ഇതിന് കൊറ്റൻ എന്നാണ് പറയുന്നത്. ഈ എണ്ണ കാച്ചുന്നതിൻ്റെ ഇതിന് ഈ കൊറ്റനെല്ലാം നല്ല തരിതരിയാകും. ഇപ്പോൾ അതൊരു വേറൊരു ഇതിലല്ലേ കിടക്കുന്നത്. ഇത് മാറി നല്ല തരിതരി പോലെ ആകും. ആ പാകമാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതുവരെ നിർത്താതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. എണ്ണ എപ്പോഴും കാച്ചുന്നത് ഇരുമ്പ് ചട്ടിയാണ് നല്ലത് എണ്ണ കാച്ചുന്നതിന്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിക്കുക, ആ കളറൊക്കെ മാറി വേറൊരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പം എണ്ണ തെളിയുന്ന ഒരു പച്ച കളറായിട്ടുണ്ട് എണ്ണയ്ക്ക്. ഇനി കൈവിടാതെ നമുക്ക് ഒരു 10-20 മിനിറ്റും കൂടെ വേണമെന്ന് തോന്നുന്നു. കൈവിടാതെ ഇളക്കണം. ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്ത്, എന്നാൽ ഇതാ ഇരുമ്പ് ചീനച്ചട്ടിയുടെ ചൂടും കൊണ്ടാവുന്നേ. ഇത് കണ്ട എണ്ണ ഇപ്പം നല്ല കൊറ്റനൊക്കെ അങ്ങ് അടിയിലോട്ട് പോയി, എണ്ണ മുകളിലോട്ട് വന്നു. കണ്ടോ, എണ്ണയ്ക്കിപ്പം നല്ല ഈ ഒരു കളറ് പോയി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ചൂടും കൊണ്ട് തിളയ്ക്കുന്നതാണ് ഇത്. നമ്മുടെ എണ്ണ ഇപ്പോൾ ആയിട്ടുണ്ട്. എണ്ണ ഇപ്പം ഞാനൊരു ചില്ലി കുപ്പിയിലോട്ട് പകർത്തിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ എണ്ണയ്ക്ക് നല്ല കളറും എല്ലാം ഉണ്ട്. ഇതാണ് ഞാൻ ആ കൊറ്റെന്ന് പറഞ്ഞ ഇത്. ഇതിനകത്ത് നിറച്ച് ഇനി എണ്ണയുണ്ട്. അതിനി നാളെ ആകുമ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇതിങ്ങനെ ഇരുന്നാൽ മതി. നാളെ ആകുമ്പോൾ ഇതിനി ഒന്നുകൂടെ ഊറി അതിനകത്ത് എന്നിട്ട് നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞപ്പോൾ എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് മണൽത്തരി എന്ന് പറഞ്ഞില്ലേ, ഇത് കണ്ടോ, ഇതുപോലെ ആകണം. ഇത് കണ്ടോ, ഇതിനകത്ത് മുഴുവൻ എണ്ണയാണ്. കണ്ടോ, കയ്യെ കണ്ടോ, ഇതുപോലെ ഇതാ മണൽത്തരി പരുവെന്ന് പറയുന്നത്. ഇതിനി നാളെ ആകുമ്പം ഇതിൻ്റെ അടിയിലോട്ട് എണ്ണ ഊറി വരും. നമുക്കത് നന്നായിട്ട് പിഴിഞ്ഞ് എടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. Hope you all like this video. Thank you and bye bye. See you all in the next video.